അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഒരു 2-3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്ന മറുപടി വളരെ ഗൗരവത്തോടുകൂടെ നാം കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട ചെറിയ വാക്കിലൂടെ ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരോട് ചോദിക്കപ്പെടും, മനിന്നാസ്, ജനങ്ങൾ, യഥാർത്ഥത്തിൽ ജനങ്ങൾ, മനുഷ്യർ എന്ന് പറയാൻ നിങ്ങളെ വീക്ഷണപ്രകാരം ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾ ബഹുമാനിക്കുന്നത് ആരെക്കുറിച്ചാണ്? എല്ലാവർക്കും ഓരോരോ വീക്ഷണ ആകാമല്ലോ. ബഹുമാനപ്പെട്ടവർ പറയുന്നത് അൽ ഉലമാഉ, ആലിമീങ്ങളെയാണ്. ഞാൻ മനുഷ്യന്മാർ എന്ന് പറയുന്നത് ആലിമീങ്ങളെ കുറിച്ചാണ്. അവർക്കേ മനുഷ്യന്മാർ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇൽമിന് എത്രമാത്രം മഹത്വമുണ്ട്. ഇൽമുണ്ടായാലേ ഒരു മനുഷ്യനിക്ക് വില ഉണ്ട് എന്നതിന് മനസ്സിലാക്കണം. ആലിമി എന്ന് പറയുമ്പോൾ ആലിമീങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. പക്ഷേ ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വലിയൊരു ആലിമീങ്ങളല്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇൽമുകളും നാം പഠിക്കുന്നവരാകണം. നാം നിസ്കരിക്കുന്നവരാണോ, നിസ്കാരത്തിനെ കുറിച്ചുള്ള വിവരം നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ ആ നിസ്കാരം വെറുതെ നിസ്കരിച്ചതുകൊണ്ടൊരു കാര്യമുണ്ടോ? നാം ഖുർആൻ ഓതുന്നവരാണോ, നോമ്പ് നോൽക്കുന്നവരാണോ, മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യുന്നവരാണോ, അതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിവരമുണ്ടാകണം. അങ്ങനെ വിവരമുണ്ടാകുമ്പോഴേ അതിനൊരു ഗൗരവമുണ്ടാവുകയുള്ളൂ. നോക്ക്, ഖുർആൻ ഓതാൻ നമുക്ക് വലിയ താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ചുള്ള പഠനം, അതിനെക്കുറിച്ചുള്ള വിവരം, അതിൻ്റെ പോരിശകൾ, അതിൻ്റെ മഹത്വങ്ങൾ, ഖുർആൻ എന്താണെന്നുള്ളൊരു വിവരം നമ്മളെ കയ്യിലില്ലാത്തത് കൊണ്ടാണ്. മുത്തനബിയെ കുറിച്ചുള്ള നമുക്ക് ആ സ്നേഹം, ഇഷ്കും, മുത്തനബിയുടെ പേരിൽ ഒരു 10 സലാത്തൊക്കെ നമുക്ക് ചൊല്ലാൻ താല്പര്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് മുത്തനബിയെ കുറിച്ചുള്ള വിവരമില്ലാത്തത് കൊണ്ടാണ്. മുത്തനബിയുടെ പേരിൽ ധാരാളം ഇഷ്ക് വെക്കുന്നവരും സലാത്ത് ചൊല്ലുന്നവരൊക്കെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? അവർ മുത്തനബിയെ കുറിച്ച് ധാരാളം പഠിച്ചതുകൊണ്ടാണ്. അപ്പൊ ഏതൊരു വിഷയം നമുക്ക് വലിയ ഗൗരവമുള്ളതാകണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള പഠനം ഉണ്ടാകണം. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഒരാൾ മനുഷ്യനാകുന്നത് നല്ല ഇൽമുള്ളവൻ ആകുമ്പോഴേക്കാണ് അവനിക്ക് മനുഷ്യൻ എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുകയാണ്. വീണ്ടും ബഹുമാനപ്പെട്ടവരോട് ചോദിക്കപ്പെട്ടവോ, ഫമിനൽ മുലൂക്ക്, ആരാണ് രാജാക്കന്മാർ? രാജാക്കന്മാരെന്ന് പറയുന്നത് ആരെക്കുറിച്ച് പറയാൻ പറ്റും? പണമുള്ളവനാണോ, അധികാരമുള്ളവനാണോ? ആരെക്കുറിച്ചാണ് നിങ്ങളെ വീക്ഷണപ്രകാരം രാജാക്കന്മാരെന്ന് പറയാൻ പറ്റുക? അവിടെ നിന്ന് പറഞ്ഞു, അസ്സുഹാദ്, സാഹിദ്യങ്ങളാണ്, അവരാണ് യഥാർത്ഥത്തിൽ രാജാക്കന്മാർ. കാരണം ഈ ദുനിയാവിൽ ഇത്രയെല്ലാം സ്വത്തുക്കളുണ്ടായിട്ട്, ഇത്രയെല്ലാം ഭംഗികളുണ്ടായിട്ട്, ഇത്രയെല്ലാം സുഖിക്കാനുള്ള അവസരങ്ങളുണ്ടായിട്ടും അതൊന്നും എനിക്ക് വേണ്ട, ഇതിനേക്കാൾ അപ്പുറമുള്ളതൊന്നും റബ്ബ് വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ കൊതിക്കുന്നത്, അത് ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ പോയി അത് നേടുന്നവനല്ലേ ഏറ്റവും വലിയ രാജാവ് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ സൂചിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ദുനിയാവിൻ്റെ പിന്നാലെ ഓടുന്നവനല്ല വിജയി, അവനല്ല വിജയിക്കുന്നവൻ, അവനല്ല സന്തോഷിക്കുന്നവൻ, അവനല്ല അല്ലാഹുവിൻ്റെ വലിയ നിഅമത്ത് കിട്ടിയവൻ. യഥാർത്ഥത്തിൽ ദുനിയാവിനെ ത്യജിക്കുന്നവനാണ്, ദുനിയാവിനെ വിട്ടോടുന്നവനാണ്, അല്ലാഹുവിൻ്റെ അടുക്കലുള്ളത് ആഗ്രഹിച്ച് ആഖിറം ചിന്തിച്ച് ഓടുന്നവനാണ്. അവനാണ് യഥാർത്ഥത്തിൽ വിജയി. അവനിക്കേ സന്തോഷമുണ്ടാവുകയുള്ളൂ, അവനിക്കേ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ കിട്ടുകയുള്ളൂ. ഇതെല്ലാം കേവലം നിമിഷങ്ങൾ, കേവലം താൽക്കാലിക സുഖങ്ങൾ മാത്രമാണ്. ഈ താൽക്കാലിക സുഖങ്ങൾ കിട്ടിയവനെ കുറിച്ച് ഒരിക്കലും രാജാക്കന്മാരെന്ന് പറയാൻ പറ്റുകയില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നമ്മെ സൂചിപ്പിക്കുന്നത്. സഫിലത്ത്, ആരാണ് വിഡ്ഢികൾ എന്നുള്ളൊരു ചോദ്യത്തിനിക്ക് ബഹുമാനപ്പെട്ടവർ മറുപടി പറയുന്ന ഒരു മറുപടിയുണ്ട്, അടിവരയിട്ട് നാം കേൾക്കേണ്ടതാണ്. അല്ലദീ യഅ്കുലു ബിദൈനിഹി, അവൻ്റെ കടം കൊണ്ടവൻ തിന്നുന്നവനാണ്. പലപ്പോഴും നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത് വലിയൊരു കാര്യമായിട്ട് കണക്കാക്കാതെ എല്ലാവരും കടങ്ങൾ ഇങ്ങനെ വാരിക്കൂട്ടി
അതിൻ്റെ ഭവിഷ്യത്തൊന്നും ചിന്തിക്കാതെ അവനിപ്പോൾ കട വാങ്ങി എത്രത്തോളം അടുത്തു എന്ന് പറഞ്ഞാൽ അവൻ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് പോലും ഇപ്പൊ കടത്തിലാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും ഗൗരവമല്ല. ഇപ്പൊ ചിലപ്പോൾ അത്യാവശ്യത്തിന് കടം വാങ്ങേണ്ടി വന്നു. അത്തരക്കാരെ കുറിച്ചിട്ടല്ല ഇത് പറഞ്ഞത്. കടം അങ്ങനെ ഒരു സ്വഭാവം വരുന്നുണ്ട്. കടം വാങ്ങി പിന്നെ ഒരു സ്വഭാവം വരുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും കടം വാങ്ങുക. ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ അതൊന്നും ചിന്തിക്കാതെ ദുനിയാവില് ആഡംബരത്തോടുകൂടെ ജീവിക്കാൻ കൊതിച്ചിട്ട് കടം ഉപയോഗിച്ച് കടത്തിനായി ജീവിക്കുന്നവർ, കടത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ അതിൻ്റെ ഭവിഷ്യത്തൊന്നും ചിന്തിക്കാതെ ഞാൻ ഇന്ന് മരിച്ചുപോയാൽ എൻ്റെ കടങ്ങളെല്ലാം ആര് തീർക്കും, ആ ബാധ്യതകളെല്ലാം എൻ്റെ മേലിൽ ബാക്കിയാവൂലേ, ഖബറിൽ ഞാൻ എങ്ങനെ കിടന്നുറങ്ങും, അതൊന്നും ചിന്തിക്കാതെ ജീവിക്കുന്നവനാണ് ഏറ്റവും വിഡ്ഢിയെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ സൂചിപ്പിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. നാം അത്യാവശ്യത്തിന് വേണ്ടി മാത്രമേ ആരോടും കടം ചോദിക്കാവൂ. എത്ര കഷ്ടപ്പെട്ടാലും എത്ര ബുദ്ധിമുട്ടായാലും കടം വാങ്ങാതെ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ഇസ്സത്ത്. ഇനി അങ്ങനെ വാങ്ങേണ്ടി വന്നാലും അതെങ്ങനെങ്കിലും പെട്ടെന്ന് മറ്റുള്ള കാര്യങ്ങളെല്ലാം വിട്ട് കടം വരെ പെട്ടെന്നൊന്ന് തീർന്നു കിട്ടണമെന്ന് കുതിക്കുന്നവരാകണം, അതിൻ്റെ പിന്നാലെ ഓടുന്നവരാകണം. അനാവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള ആഡംബര സുഖത്തിന് വേണ്ടിയോ അതിൻ്റെ ചെലവുക്ക് വേണ്ടിയോ തൻ്റെ കയ്യിലില്ലെങ്കിൽ അത് വേണ്ട എന്ന് വെക്കണം. അല്ലാതെ കടം വാങ്ങി ജീവിക്കുന്നവരാകരുത്. അതിലൂടെയാണ് നമ്മുടെ മക്കളെ വളർത്തുന്നതും അവരെ നോക്കുന്നതും അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നതും. അങ്ങനെ ഒരു അവസ്ഥ ആയിപ്പോകരുത്. അങ്ങനെ ആയിപ്പോകുന്നുണ്ട്. കടം വാങ്ങുന്നത് അതൊരു കൊതിയായിപ്പോയി കടം വാങ്ങുന്നത് നമ്മുടെ പതിവായിപ്പോയാൽ അത് വലിയൊരു അപകടത്തിലേക്കാണ് നാം എത്തിപ്പെടുന്നത് എന്ന് നാം ചിന്തിക്കണം. വളരെ ഗൗരവമുള്ള ചോദ്യങ്ങളാണ്, വളരെ ഗൗരവമുള്ള മറുപടിയാണ് ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആരാണ് രാജാക്കന്മാർ, ആരാണ് വിഡ്ഢികൾ എന്ന് ചെറിയ വാക്കിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുക, ഗൗരവത്തോടു കൂടെ കാണുക. ഇതെല്ലാം ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.